CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനെതിരെ വടകരയിലെ വിവിധ സ്ഥലങ്ങളിൽ വീണ്ടും പ്രതിഷേധം. ജില്ലാ സമ്മേളനത്തിൽ വടകരയിൽ നിന്നുള്ള PK ദിവാകരൻ മാസ്റ്ററെ CPIM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെയാണ് CPIMലെ ഒരു വിഭാഗം വടകര മുടപ്പിലാവിലും തിരുവള്ളൂരിലും പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി അനൽക സെയ്ദ് MV ആണ് ചേരുന്നത്. അനൽക, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധം? അവരുടെ ആവശ്യം എന്തായിരുന്നു? സ്വാതി, അതായത് കഴിഞ്ഞ ജനുവരി 29, 30, 31 തീയതികളിലാണ് CPIMന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം കഴിഞ്ഞത്. ഈ ജില്ലാ സമ്മേളനത്തിൽ വടകരയിൽ നിന്നുള്ള CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള PK ദിവാകരൻ മാസ്റ്ററെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിന് പകരം വടകര നഗരസഭ ചെയർപേഴ്സണായിട്ടുള്ള PK ബിന്ദുവിനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെയാണ് ഈ വടകരയിൽ ഒരു വിഭാഗം PK ദിവാകരൻ മാസ്റ്ററെ അനുകൂലിക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗം PK ദിവാകരൻ അനുകൂലമായിട്ട് വടകരയിൽ തിരുവള്ളൂരിലും അതോടൊപ്പം തന്നെ മുടപ്പിലാവിലും പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് CPIM ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ CPIMന്റെ വടകര ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. കൂടാതെ 2 ദിവസം മുമ്പ് തിങ്കളാഴ്ച രാത്രി സമാനമായി വടകരയിലെ മണിയൂരിൽ ഈ PK ദിവാകരൻ മാസ്റ്ററെ അനുകൂലിച്ചുകൊണ്ട് പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ 25ഓളം ആൾക്കാർ പങ്കെടുത്തിരുന്നു. ഇന്ന് തിരുവള്ളൂരിലും അതോടൊപ്പം തന്നെ മുടപ്പിലാവിലും ഏകദേശം 20ഓളം പാർട്ടി പ്രവർത്തകരാണ് ഈ PK ദിവാകരൻ മാസ്റ്ററെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനത്തിൽ പങ്കെടുത്തത്. നിലവിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ നിന്നും പുതിയ ജില്ലാ കമ്മിറ്റി വന്ന സമയത്ത് 60 വയസ്സ് മാത്രം പ്രായമുള്ള 60-ൽ താഴെ വയസ്സ് മാത്രം പ്രായമുള്ള PK ദിവാകരൻ മാസ്റ്ററെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് PK ദിവാകരൻ മാസ്റ്ററെ CPIMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ചോദ്യമാണ് ഈ വടകരയിൽ CPIMന്റെ ഒരു വിഭാഗം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വടകരയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ CPIM ഏരിയ സമ്മേളനമായ വടകര ഏരിയ സമ്മേളനത്തിൽ മത്സരം നടന്നിരുന്നു. ഈ മത്സരം നടന്ന സമയത്ത് അത് ഒഴിവാക്കാൻ PK ദിവാകരൻ മാസ്റ്റർ ഇടപെട്ടിട്ടില്ല എന്നൊരു വിമർശനം സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയിരുന്നു. കൂടാതെ 2016-ൽ KK ലതിക കുറ്റ്യാടിയിൽ മത്സരിച്ച സമയത്ത് അന്ന് KK ലതി തോറ്റു. അന്ന് CPIM പാർട്ടി വോട്ടുകൾ കുറെ നഷ്ടപ്പെട്ടിരുന്നു. അന്നും ഇത്തരത്തിലുള്ള വിമർശനം ഈ PK ദിവാകരൻ മാസ്റ്റർക്കെതിരെ അന്ന് CPIMന്റെ ജില്ലാ നേതൃത്വം ഉയർത്തിയിരുന്നു. ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അതോടെ ഈ CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷ് ഇടപെട്ടിട്ടാണ് ഈ PK ദിവാകരൻ മാസ്റ്ററെ വടകരയിൽ നിന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ആരോപണം പാർട്ടി അനുഭാവികൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2012-ൽ വടകരയിൽ TP ചന്ദ്രശേഖരൻ RMP രൂപീകരിച്ച സമയത്ത് CPIMൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തടയുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വടകരയിലെ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ നേതാവ് കൂടിയായിരുന്നു PK ദിവാകരൻ മാസ്റ്റർ. അത്തരമൊരു ഘട്ടത്തിലാണ് CPIMന്റെ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെ വടകരയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് CPIMന്റെ ഏറ്റവും 2 ശക്തി കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടായിട്ടുള്ളത്. വടകരയിലെ മുടപ്പിലാവിലും അതോടൊപ്പം തന്നെ തിരുവള്ളൂരും ഈ 2 സ്ഥലങ്ങളും CPIMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളാണ്. കൂടാതെ വടകര ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ CPIMന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ CPIM പാർട്ടി തീരുമാനം അംഗീകരിക്കുന്ന ഒരു നിലപാട് ആയിരുന്നു CPIM കോഴിക്കോട് ജില്ലയിൽ ആകെ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വടകരയിലെ CPIMൽ ഈ ചില ഭിന്നതകൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അത് തുടരുന്ന കാഴ്ചയാണ് ഇന്ന് വടകര.